നമസ്കാരം മലയാളി വാർത്തയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോയിട്ടുള്ളവർക്കറിയാം അവിടുത്തെ ഒരു ദുർവിധി. അതായത് പല രോഗികളും ഈ ബെഡിൻ്റെ അഭാവം കാരണം നിലത്ത് കിടക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലം മുതൽ തന്നെ ചൂണ്ടിക്കാണിക്കപ്പെട്ട ഒരു വിഷയമാണിത്. അതായത് പല രോഗികളും വലിയ രോഗങ്ങൾ നേരിടുന്നവർ പോലും ബെഡില്ലാത്തതിനാൽ തറയിൽ കിടക്കേണ്ട ഒരുപാട് കാഴ്ചകൾ അവിടെ പോയിട്ടുള്ളവർക്കറിയാം, കണ്ടിട്ടുള്ളവരുണ്ട്, ആ ഒരു സ്ഥിതി അറിയാവുന്നവരുമുണ്ട്. അപ്പോൾ ഈ ഒരു പ്രതിസന്ധിയിൽ നിന്നും രോഗികളെ അല്ലെങ്കിൽ സാധാരണക്കാരായ ജനങ്ങളെ രക്ഷിക്കണം എന്നൊരു ആവശ്യം പല ഭാഗത്ത് നിന്നും ഉയർന്നിട്ടുണ്ട്. ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ അദ്ദേഹം ഈ ഒരു വിഷയം അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അദ്ദേഹം ഈ ഒരു വിഷയത്തിൽ എത്രയും വേഗം തന്നെ ഒരു നടപടി എടുക്കുമെന്ന ഒരു പ്രസ്താവന നടത്തിയിരുന്നു. ഇതിന് പിന്നാലെ ഇതാ നടപടി അല്ലെങ്കിൽ അതിനൊരു പരിഹാരമായിട്ട് അദ്ദേഹം ഒരു കാര്യം മുന്നോട്ട് വച്ചിരിക്കുകയാണ്. അതായത് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ രോഗികളെ തറയിൽ കിടത്തുന്നത് ഒഴിവാക്കാൻ തിരക്ക് കൂടുതലുള്ള ജനറൽ മെഡിസിൻ വിഭാഗത്തിൽ നിന്ന് ഉൾപ്പെടെ രോഗികളെ പുലേനാർ കോട്ടയിലെ നെഞ്ചുരോഗ ആശുപത്രിയിലേക്ക് മാറ്റുമെന്ന് മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. മന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ആരോഗ്യ വകുപ്പിലെ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെയും ജില്ലയിലെ വിവിധ ആശുപത്രി മേധാവികളുടെ യോഗത്തിലാണ് ഇത്തരത്തിലൊരു തീരുമാനം സ്വീകരിച്ചിരിക്കുന്നത്. 500ഓളം കിടക്കകളുള്ള പുലേനാർ കോട്ട ആശുപത്രിയിൽ പകർച്ചപ്പനി ബാധിതർക്കുൾപ്പെടെ മതിയായ കിടത്തി ചികിത്സ ഉറപ്പാക്കാനാകും. മഴക്കാലത്ത് പകർച്ചപ്പനി കേസുകളിൽ വർധനയുണ്ടായാൽ രോഗികളെ നിലത്ത് കിടത്തുന്നത് സാധാരണമാണ്. എന്നാൽ രോഗികളെ തറയിൽ കിടത്തുന്നത് ഒഴിവാക്കണമെന്ന ആരോഗ്യ വകുപ്പിന്റെ പൊതുനയത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ജനറൽ ആശുപത്രിയിൽ അടിയന്തരമായി ക്യാൻറ്റീൻ സജ്ജമാക്കണമെന്നും ആശുപത്രി അധികൃതർക്ക് മന്ത്രിയുടെ നിർദ്ദേശം. മാസ്റ്റർ പ്ലാൻ പ്രവർത്തികൾ ഇഴഞ്ഞു നീങ്ങുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു. മാത്രമല്ല, മാസ്റ്റർ പ്ലാൻ പ്രവർത്തികൾ വളരെ ഒച്ച ഇഴയുന്നത് പോലെയാണ് നടക്കുന്നതെന്ന് ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. SPVയെ മാറ്റണമെന്ന ആവശ്യം യോഗത്തിൽ ഉയർന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പ്രവൃത്തി പരിചയമുള്ള ഏജൻസിയെ SPV ആക്കിക്കൊണ്ട് മാസ്റ്റർ പ്ലാൻ പ്രവർത്തനം വേഗത്തിലാക്കാനും തീരുമാനമായി. ജനറൽ ആശുപത്രിയിലെ ബ്ലോക്കിൽ റാമ്പ് സജ്ജമാക്കുന്നതിനും ചോർച്ച പരിഹരിക്കുന്നതിനും ബന്ധപ്പെട്ട ഏജൻസികളുമായി സംസാരിച്ച് പ്രവർത്തികൾ വേഗത്തിലാക്കാൻ മന്ത്രി ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. വിവിധ വിഭാഗങ്ങളുടെ പ്രവർത്തനം 24 മണിക്കൂറും കാര്യക്ഷമമാക്കിക്കൊണ്ട് ജനറൽ ആശുപത്രിയെ ശക്തിപ്പെടുത്താനും മെഡിക്കൽ കോളേജിലെ തിരക്കൊഴിവാക്കാനുമുള്ള നടപടികളിലേക്ക് കടക്കാനും യോഗത്തിൽ തീരുമാനമായി. അതേസമയം മറ്റൊരു വാർത്തയിലേക്ക് കൂടി നമ്മൾ പോവുകയാണ്. മന്ത്രി കെ മുരളീധരന്റെ പേഴ്സണൽ സ്റ്റാഫിലെ 2 ഉദ്യോഗസ്ഥർ രാജിവെക്കുന്ന സാഹചര്യമുണ്ടായി. അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആർ ശ്രീലാൽ, അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറി കെ ഗോവിന്ദരാജ് എന്നിവരാണ് ഒഴിഞ്ഞത്. പൊതുഭരണ വകുപ്പിൽ ജോയിന്റ് സെക്രട്ടറിയായിരുന്ന ശ്രീലാൽ മെയ് 31-ന് സർവീസിൽ നിന്ന് വിരമിച്ച വ്യക്തിയാണ്. രാവിലെ മുതൽ രാത്രി വരെയുള്ള ജോലിയും വീട്ടിലെ സാഹചര്യവും കണക്കിലെടുത്ത് സ്റ്റാഫിൽ നിന്ന് ഒഴിവാക്കണമെന്ന് ജൂൺ 25-ന് അദ്ദേഹം മന്ത്രിയോട് ആവശ്യപ്പെടുകയുണ്ടായി. പകരം നിയമിക്കാനുള്ള ഉദ്യോഗസ്ഥനെ മന്ത്രിയുടെ ഓഫീസിൽ എത്തിച്ച ശേഷമായിരുന്നു അവിടെ വിട്ടതെന്നാണ് ശ്രീലാൽ പ്രതികരിച്ചത്. പൊതുഭരണ വകുപ്പിൽ ജോയിന്റ് സെക്രട്ടറിയായി തുടരുന്ന ഗോവിന്ദരാജും അധിക ജോലി സമയം പറഞ്ഞാണ് ഒഴിഞ്ഞത്. മന്ത്രിയുടെ ഓഫീസിലെ ജീവനക്കാർ തമ്മിലുള്ള തർക്കം കാരണമാണ് ഇവരുടെ ഇത്തരത്തിൽ രാജിവെച്ചതെന്ന പ്രചാരണം ഒരു വശത്ത് നടക്കുന്നുണ്ട്. അത് തെറ്റാണ് എന്നാണ് ഈ രാജിവെച്ച 2 പേരും വ്യക്തമാക്കുന്നത്. അതേസമയം ഈ സംഭവത്തിൽ ഒരു വിശദീകരണവുമായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ രംഗത്തെത്തിയിരുന്നു. താൻ രാത്രി 12 മണിവരെ സെക്രട്ടേറിയറ്റിൽ ജോലി ചെയ്യുന്ന ആളാണെന്നും അത്രയും സമയം ഇരിക്കാനുള്ള പ്രായോഗിക ബുദ്ധിമുട്ട് കാരണമാണ് ചിലർ സ്വയം ഒഴിഞ്ഞു പോയതെന്നും അദ്ദേഹം പറഞ്ഞു. ജോലിഭാരം ഏറ്റെടുക്കാൻ പ്രയാസമുള്ളവർ ഒഴിഞ്ഞു പോകുമ്പോൾ പുതിയ ആളുകളെ നിയമിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ജോലിയിലെ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ കാരണമാണ് അവർ സ്വയം പിരിഞ്ഞു പോയതെന്ന് അവർ തന്നെ വിശദീകരണം നൽകിയിട്ടുണ്ട്. UDF സർക്കാർ വന്നതിന് ശേഷം എല്ലാവരെയും ആശയദാരിദ്ര്യം ബാധിച്ചിട്ടുണ്ടെന്നും അതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ ചർച്ചയാകുന്നതെന്നും അദ്ദേഹം ഈ വിഷയത്തിൽ പ്രതികരിച്ചു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.